ഇവിടുത്തെ നവോദയ വായനശാല ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഇവിടെ ജൈവ സമ്പത്ത് സംരക്ഷിക്കുന്നതിലും നവോദയ വായനശാല ചെയ്യുന്ന പ്രവർത്തനം മികവുറ്റതാണ്. ഈ നവോദയ വായനശാലയെ എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ബാലവേദി രൂപീകരിക്കുന്നതിനും ആ ബാലവേദി പ്രവർത്തകരാണിപ്പോൾ ഈ വാനര സദ്യ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് എടയിലക്കാട് കാവിലെ 30ഓളം വരുന്ന വാനരർക്ക് ഓണസദ്യ ഒരുക്കുന്നത്. ഈ ഓണസദ്യയുടെ ഇതിനാവശ്യമായിട്ടുള്ള ചോറ് തയ്യാറാക്കി നമ്മുടെ മാണിക്കമ്മയുടെ വീട്ടിൽ നിന്നാണ്. മാണിക്കമ്മ എല്ലാവർക്കും അറിയാം. 10-20 വർഷക്കാലമായിട്ട് എടയിലക്കാട് കാവിലെ വാനരർക്ക് മുറതെറ്റാതെ ചോറ് വിളമ്പിയ, ഉപ്പ് ചേർക്കാത്ത ചോറ് വിളമ്പിയ അമ്മയാണ്. ആ അമ്മ ആണ് നമുക്ക് ചോറ് നൽകിയത്. അവരുടെ വീട്ടിൽ വെച്ചാണ് ഈ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ മുറിച്ചത്. എടയിലക്കാട് കാവിലെ വാനരക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള വാനരന്മാരാണ് ഇവിടെയുള്ളത്. ഈ വാനരന്മാരുടെ ഭക്ഷണത്തിന്റെ ചുമതലയൊക്കെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അതേപോലെ തന്നെ സഞ്ചാരികളായിട്ട് ഇവിടെ എത്തുന്ന ആളുകളൊക്കെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുരങ്ങുകൾക്ക് പല ആളുകളും പല സമയങ്ങളിൽ ഇവിടെ വന്നു പോകുന്നുണ്ട്. അവരൊക്കെ നൽകി വരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും ബിസ്ക്കറ്റുകൾ, അതേപോലെ തന്നെ ചിപ്സ്, ബേക്കറി പലഹാരങ്ങൾ, ഇങ്ങനെ ഉപ്പ് ചേർത്ത മറ്റ് ആഹാര സാധനങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ നൽകുന്നതിന് പകരമായിട്ട് അവരുടെ പ്രജനന ശേഷിയെ, പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കാത്ത തരത്തിലുള്ള ഭക്ഷണം ഈ കുരങ്ങൾക്ക് നൽകുക എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഴങ്ങളും പച്ചക്കറികളും മാത്രമായിട്ട് ഈ സദ്യ നൽകുന്നത്. മറ്റ് ഇത്തവണ 17ാമത് വർഷത്തിലേക്കാണ് ഈ വാനര സദ്യ കടക്കുന്നത്. 17 വിഭവങ്ങളാണ് ചോറുൾപ്പെടെ 17 വിഭവങ്ങളാണ് നൽകുന്നത്. ചോറ് ഉപ്പ് ചേർക്കാത്ത ചോറാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ കുരങ്ങുകളുടെ പ്രജനന ശേഷി കുറയും, പ്രത്യുൽപാദന ശേഷി കുറയും. ഒരു 1990കളിൽ ഇതിന്റെ പ്രത്യുൽപാദന ശേഷി കുറഞ്ഞപ്പോഴാണ് അത് സംബന്ധിച്ച് തൃശ്ശൂരിലെ മൃഗശാലയുടെ അധികൃതരെ നമ്മുടെ എടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പരിശോധന നടത്തിയപ്പോഴാണ് ഇതിന്റെ പ്രജനന ശേഷി കുറഞ്ഞു വരികയും ഇതിന്റെ എണ്ണം ഒരു 5ഓളം എണ്ണമായിട്ട് ചുരുങ്ങുകയും ചെയ്തത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാനരർക്ക് ഓണസദ്യ ഒരുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അതോടൊപ്പം തന്നെ വേറൊരു പ്രാധാന്യമുണ്ട്. മനുഷ്യരൊക്കെ ഈ ഓണാഘോഷത്തിൽ ഇങ്ങനെ പങ്കുചേരുന്ന സമയത്ത് നമ്മുടെ ഈ കുരങ്ങൾക്ക് മറ്റ് സഹജീവികളോടും കൂടി സ്നേഹം കാണിക്കുക എന്നുള്ള വലിയൊരു സന്ദേശമാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സദ്യ നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു പ്രാധാന്യം കൂടി ആണ്.